അങ്ങനെ ഇക്കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ക്യാമറയിൽ ഗംഭീരനായിട്ടുള്ളൊരു കമ്പനി വിവോ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കിയിരിക്കുകയാണ്. വിവോ X100ഉം X100 പ്രോയുമാണ് ഇറക്കിയിട്ടുള്ളത്. 2 ഫോൺസാണ് ഇറക്കിയത്. അതിൽ X100 പ്രോയിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. X100ന് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് 120 വാട്ട്സിൻ്റെ ബ്രിക്ക് കിട്ടുന്നുണ്ട്. 100 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് മാത്രമേ ഫോണിന് വരുന്നുള്ളൂ. ആൻഡ് ഒരു ബ്ലാക്ക് കേസും കിട്ടുന്നുണ്ട്. ഫോൺ ഒറ്റ കളർ വേരിയൻറ്റിലാണ് വരുന്നത്, ബ്ലാക്ക്. ആൻഡ് ഒറ്റ വേരിയൻറ്റിൽ മാത്രമാണ് വിൽക്കപ്പെടുന്നത്. 16 GB 512 GB വേരിയൻറ്റ്. അതിന് ഏകദേശം 89,999 രൂപ വിലയും. ആൻഡ് 9,000 രൂപയുടെ ഇൻട്രൊഡക്ടറി ഓഫർ HDFC ബാങ്ക്, ICICI ബാങ്ക്. സോ നിങ്ങൾക്ക് 81,000 രൂപയ്ക്ക് എഫക്റ്റീവ് പ്രൈസിൽ കിട്ടും. 81,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിൽ കിട്ടുന്നത്, ആർക്കൊക്കെ ഈ ഫോൺ എടുക്കാം, എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ മൊത്തം വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. ഉള്ളിടെ വേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മളെ പതിവ് പോലെ തന്നെ തുടങ്ങാം. ക്യാമറയൊക്കെ നമുക്ക് വഴിയെ പറയും. ഇൻ്റർഫേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈൻ കഴിഞ്ഞ കൊല്ലം കുറച്ച് സൈഡിലേക്കായിരുന്നു ആ ക്യാമറ മൊഡ്യൂൾ. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ആ വലിയ വട്ടം കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഗ്ലാസ് ബാക്കാണ് വരുന്നത്. മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഫ്രെയിംസ് ആണ് വരുന്നത്. ആൻഡ് പിടിക്കാൻ നല്ല സുഖമായിരിക്കും. പ്രീമിയം ഫോണാണല്ലോ, അതിൽ സംശയമൊന്നുമില്ല. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ടോപ്പാണ്, ഒന്നും പറയാനില്ല. ആൻഡ് 225 ഗ്രാം വെയിറ്റ്. നല്ല ഹെവിയാണ് ഫോണ്. 8.9 mm തിക്നെസ് ആണ് വരുന്നത്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ 3.5 mm ജാക്ക് വരുന്നില്ല. ആൻഡ് SD കാർഡിൻ്റെ സ്ലോട്ട് സ്വാഭാവികമായിട്ടും വരുന്നുണ്ടാവില്ല. USB പോർട്ട്, അതായത് ചാർജിങ് പോർട്ട് USB 3.2 ആണ്, Gen 1 ആണ് വരുന്നത്. സോ മാക്സിമം ആ ഒരു സംഭവം അവിടെ തന്നിട്ടുണ്ട്. ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ പറയുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ LTPO ഡിസ്പ്ലേ ആണ്. 1 Hz to 120 Hz വരെ സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷൻ. ഫുൾ HD+ൻ്റെയും 2Kൻ്റെയും ഇടയിൽ വരുന്നതാണ്. 10 ബിറ്റിൻ്റെ കളർ ഡെപ്താണ് വരുന്നത്. കർവ്ഡ് പാനലാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR10+ൻ്റെ സർട്ടിഫിക്കേഷൻ. 2160 Hz PWO ഡിമ്മിങ്, അതായത് ചെറിയ ഫ്ലിക്കറും കാര്യങ്ങളൊന്നും ഈ ബ്രൈറ്റ്നസ് താത്തുന്ന സമയത്ത് ഉണ്ടാവില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്. അതിലൊന്നും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ആൻഡ് അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോൺസും നല്ലത് തന്നെയാണ് വരുന്നത്. സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Dimensity 9300 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. Dimensity ഇക്കൊല്ലം ഫ്ലാഗ്ഷിപ്പിൽ റൈവലായിട്ട് ഇറക്കി ഏറ്റവും മാക്സിമം കിട്ടാവുന്ന ചിപ്സെറ്റ് തന്നെയാണ്. AI-യിലായാലും പവറിലായാലും ഒക്കെ അടിപൊളിയാണ്. കാരണം 4nm ഫാബ്രിക്കേഷനിൽ 3.25 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡിൽ വരുന്ന ചിപ്സെറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ വിവോയുടേതായ സ്വന്തം V3 ഇമാജിംഗ് ചിപ്സെറ്റോ അങ്ങനെ ഒരു V3 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാമറ ബേസ്ഡ് ആണ്. അത് ക്യാമറേൻ്റെ കൂടെ ഞാൻ പറയുന്നതായിരിക്കും. 2 മില്യൻ്റെ പുറത്ത് 102 സ്കോർ വരുന്നുണ്ട്. LPDDR5S UFS 4.0 നല്ല പവറായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് 2 മില്യൺ 102 സ്കോർ കിട്ടുന്നതും. ഏകദേശം ത്രോട്ടിൽ ടെസ്റ്റ് 75%, 80% ഒക്കെയാണ് കിട്ടുന്നത്. സോ കുറച്ച് ഹീറ്റ് ആവാനുള്ള സാധ്യതയും കുറച്ച് ത്രോട്ടിലാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഫ്ലാഗ്ഷിപ്പ് വരുന്ന സമയത്ത് നല്ലോണം ഹീറ്റ് ആവാറാണ് പതിവ്. പക്ഷേ ആ ഒരു പതിവ് ഇവിടുന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഹീറ്റ് വലിയ കുഴപ്പമില്ല. BGMI 90 FPS ഔട്ട് ഓഫ് ദ ബോക്സ് കളിക്കാൻ പറ്റുന്നുണ്ട്. ജംഗ്ഷൻ ഇമ്പാക്റ്റ് 60 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ക്യാമറ മാത്രമല്ല ഹൈ ലെവൽ ഗെയിമിങ്ങും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏതായാലും 90,000 രൂപയുടെ ഫോണാണല്ലോ. 5400 mAh ബാറ്ററിയും വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ചാർജറാണ് പെട്ടിയിൽ വരുന്നത്. 100 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. സോ നിങ്ങളെ കയ്യിൽ വയർലെസ് ഹെഡ്ഫോൺസോ അങ്ങനെ റിവേഴ്സ് വയർലെസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻഡ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് നമുക്ക് റിവേഴ്സ്ലി ചാർജ് എടുക്കാൻ പറ്റും. സോ നല്ല ഫീച്ചേഴ്സാണ്. ആൻഡ് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്യാമറ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ്. 5G എനേബിൾഡ് ഫോണാണ് തീർച്ചയായിട്ടും. Wi-Fi 7, Bluetooth 5.4, NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ USB 3.2 Gen 1 ആണ് വരുന്നത് പോർട്ട്. OS അല്ലെങ്കിൽ UI നോക്കുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ FunTouchOS 14 ആണ് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുമാണ് കിട്ടുന്നത്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് പരിപാടികളൊന്നും ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. നല്ല കാര്യം, അതൊരു നല്ല തീരുമാനമാണ്. കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് പ്ലോട്ട്വെയർ സഹിക്കേണ്ടി വരുന്നത് അത്ര നല്ല തീരുമാനമല്ല. പക്ഷെ എന്നാലും നെറ്റ്ഫ്ലിക്സ് അത് ഇതെന്ന് പറഞ്ഞ് ചില പ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും സഹിക്കബിളാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻസിലുള്ള ചില സെല്ലിങ്ങളൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ നമുക്കത്
അത് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. 50 മെഗാപിക്സലിൻ്റെ സോണി IMX989 സെൻസറാണ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. 1 ഇഞ്ചിൻ്റെ സെൻസറാണ്. V3 ചിപ്സെറ്റ് വരുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സെൻസർ 50 മെഗാപിക്സലിൻ്റെ 4.3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ എന്നാണ് അവർ പറയുന്നത്. മൂന്നാമത്തെ സെൻസർ 50 മെഗാപിക്സലിൻ്റെ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. 50+50+50+50 ഗംഭീര ക്യാമറ സെറ്റപ്പാണ് അവർ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഫോട്ടോസ് എക്സെപ്ഷനലി ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ കുറച്ച് സാമ്പിൾ കൊടുക്കാൻ പറ്റുമോ നോക്കാം, കാരണം എൻ്റെ കയ്യിൽ എന്തായാലും ഫോണില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഫോട്ടോസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിലൊരു പ്രശ്നവുമില്ല. സെൽഫി ക്യാമറ നിങ്ങൾക്ക് 32 മെഗാപിക്സലിനാണ് കിട്ടുന്നത്. 32 മെഗാപിക്സലിൽ അവർക്ക് 4K വെക്കാമെങ്കിലും അവർ 4K വെച്ചിട്ടില്ല. ഒരു 1080p at 60 FPS ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്കറിയുന്നില്ല. അതിൻ്റെ ഒരാവശ്യമില്ല. 4K സുഖമായിട്ട് അവർക്ക് ഫ്രണ്ട് ക്യാമറ, അത് ലിമിറ്റേഷൻസ് ഇല്ല. 90,000 രൂപയുടെ ഫോൺ, അതാണ് എനിക്ക് കുറച്ചുകൂടി ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. ആൻഡ് ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് മാക്രോ ക്യാമറ വരുന്നില്ലെങ്കിലും ടെലിഫോട്ടോ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്ക് ക്യാമറയിലെ പോർട്രേറ്റ് നോക്കുവാണെങ്കിൽ 5 സൂമിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് എടുക്കാം. 24, 35, 50, 85, 100 ഇങ്ങനെ 5 mm പോർട്രേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ പോർട്രേറ്റും അത്യാവശ്യം നല്ലതാണ്. ആൻഡ് 4.3x സൂം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് തന്നെ ഒപ്റ്റിക്കൽ സൂം കിട്ടും. ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി നഷ്ടപ്പെടാത്ത സൂം, അതാണ് ടെലിഫോട്ടോ അല്ലെങ്കിൽ പെരിസ്കോപ്പിൻ്റെ പ്രവർത്തനം. ആൻഡ് നൈറ്റ് ഫോട്ടോസും അടിപൊളിയാണെന്നാണ് കാണാൻ സാധിച്ചത്. അതാണ് നൈറ്റ് ഫോട്ടോസ് ആൻഡ് അവരുടെ നൈറ്റ് വീഡിയോ, ഒരു അൾട്രാ നൈറ്റ് വീഡിയോ സംഭവമൊക്കെ ഉണ്ട്, അതും വളരെ അടിപൊളിയാണ്. അപ്പം ക്യാമറ പാർട്ടിൽ, അതായത് 90,000 രൂപയ്ക്ക് അവർ ഈ ക്യാമറയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ തരാണ്ട് ഇറങ്ങില്ലല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ റൈവലിയാണെന്ന് കാണാനുള്ളത്. അതായത് S24 അൾട്ര എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഏകദേശം 1,00,000 രൂപ പ്രൈസ് അതിനുണ്ടാവും. ആൻഡ് അതും കൂടി ഒന്ന് കമ്പയർ, ഇത് ഫോൺ എടുക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരോടുള്ളതാണ് ഞാൻ പറയുന്നത്. ആൻഡ് ബാക്ക് ക്യാമറയിൽ 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. 8K സപ്പോർട്ടില്ല, അത് സാംസങ് ആണ് കൊടുക്കാറുള്ളത്. 50 മെഗാപിക്സലിൻ്റെ ക്യാമറയിൽ നമുക്ക് 8K ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഇതാണ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ. ഇതിൻ്റെ ഇൻഹാൻഡ് റിവ്യൂ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള ഒരു ലെവൽ ഞാൻ ആയിട്ടുമില്ല, കാരണം എൻ്റെ കയ്യിൽ ഫോൺ വരണം. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങി നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായാൽ ഞാനത് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഓൾറൗണ്ട് ഡിസ്പ്ലേ, മൾട്ടിമീഡിയ, പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. ഒരു പ്രശ്നവുമില്ല. ക്യാമറ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം സ്പെസിഫിക്കേഷനോളം വേറെ ലെവലാണ്. കാരണം വിവോ നമുക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് തന്നിരിക്കുന്ന ക്യാമറ എക്സ്പീരിയൻസും കൂടി വെച്ച് നോക്കുമ്പോൾ ക്യാമറ വേറെ ലെവലാണ്. സോ അതിലൊന്നും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഞാൻ പറയുക, നിങ്ങളൊരു 30,000 രൂപ മുടക്കിയാൽ മതി. വെറുതെ പൈസ കളയണ്ട, നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. വെറുതെ അതൊരു ഫോണിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് ആവശ്യം എന്താണോ, നിങ്ങൾക്ക് ആ ഒരു ലെവൽ ക്യാമറ, ആ ഒരു ലെവൽ പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ മാത്രം പോരെ ഈ ഫോൺ എന്നുള്ളതും കൂടി ചിന്തിക്കുക. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങളുടെ ഫോൺ ചൂസ് ചെയ്യുക, നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഒരു ഫോൺ എടുക്കുക എന്നും കൂടി പറയുകയാണ്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നവരെ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.